ഹലോ ഗായ്സ്, ഇന്നൊരു കസിൻ്റെ വീട്ടിൽ സ്റ്റേ ചെയ്യാൻ പോവാണ്. എൻ്റെ വീട് ട്രിവാൻഡ്രം, അവളുടെ വീട് ട്രിവാൻഡ്രം തന്നെ, നെയ്യാറ്റിൻകരയാണ് കേട്ടോ. ഒരു 2 മണിക്കൂർ ട്രാവൽ ഉണ്ട്. അപ്പോൾ വൈകിട്ടാണ് ഇറങ്ങിയത്. അവളൊരു എക്സാം കഴിഞ്ഞിട്ട് വരുമായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു അവൾക്ക്. അപ്പോൾ കയറി സാൻഡ്വിച്ച് കഴിച്ചു കേട്ടോ. നല്ല ക്ലീൻ ആയിട്ടുള്ള സ്പേസാണ്. അവിടെ കുളമാക്കാൻ വേണ്ടിയിട്ട് കണ്ടോ, അവിടെ ചായം ചേർച്ചൊന്നും അറിയാത്ത പോലെ ഇരുന്ന് അവൾ സാൻഡ്വിച്ചും കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. നല്ലതായിരുന്നു കേട്ടോ. ഇത് തമ്പാനൂർ ബസ് സ്റ്റാൻഡിൻ്റെ അകത്ത് തന്നെ ഒരു കുഞ്ഞു കടയാണ്. നല്ലതായിരുന്നു കേട്ടോ. നല്ല സാൻഡ്വിച്ചായിരുന്നു. ഞാനിത് ചിക്കൻ സാൻഡ്വിച്ചാണ്, അവൾ വേറെ എന്തോ സാൻഡ്വിച്ചാണ് കേട്ടോ കഴിക്കുന്നത്. അതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. കുടിച്ചും കഴിച്ചൊക്കെ ഇറങ്ങിയപ്പോഴത്തേനും നല്ല ലേറ്റായി വീടെത്താൻ വേണ്ടിയിട്ട്. പിന്നെ കുളിച്ച് നനച്ച് പിന്നെ കുറച്ച് അല്ലറ ചില്ലറ റീലെടുപ്പും ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കയറി കിടന്ന് ഉറങ്ങി. പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് ചായയും കുടിച്ചു. ദോശയും ഉരുളക്കിഴങ്ങ് കറിയും ഓംപ്ലേറ്റും ആയിരുന്നു കേട്ടോ. നല്ല കോമ്പിനേഷനാണ്. ഇതിൻ്റെ കൂടെ ചമ്മന്തിക്കറിയും പപ്പടവും അവിടെ ഞാൻ നേരത്തെ സ്റ്റേ ചെയ്യാൻ പോയപ്പോൾ തന്നായിരുന്നു. അതും ദോശയുടെ നല്ലൊരു കോമ്പിനേഷനായിരുന്നു. ഇത് 10 മണിക്ക് എന്തോ ആണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. പെട്ടെന്ന് തന്നെ ഉച്ചയ്ക്കായി. ഉച്ചയ്ക്ക് നമ്മൾ എല്ലാവരും കൂടെ കൂട്ടം കൂടിയിരുന്നാണ് കേട്ടോ കഴിച്ച്. വാഴയിലൊക്കെ വെട്ടിയിട്ട് അതിന് അവൾ പോയി വാഴയില മോഷണമാണ് കഴിച്ചത്. അപ്പുറത്തെ പേരെടുത്തുനിന്ന് എവിടെയോ അവൾ വാഴയില വെട്ടാൻ പോയതാണ്. അവിടുന്ന് വലിയ വാഴയിലയൊക്കെ വെട്ടിയിട്ട് അത് വിരിച്ച് കപ്പയും അവിടുത്തെ ഒരു സ്പെഷ്യൽ ചിക്കനാണ് കേട്ടോ. ഞാൻ അവിടെ പോകുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു ചിക്കൻ കഴിക്കുന്നത്. മുളക് പൊടി ഇടത്തില്ല, അതിന് പകരം വറ്റൽ മുളക് ഇങ്ങനെ കുറേ ഇടും കേട്ടോ. നല്ല എരിയും നല്ല ടേസ്റ്റുമാണ്. ആദ്യം കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ. പിന്നെ അങ്ങോട്ട് കഴിച്ചെല്ലാം തീരുമ്പോൾ ഒരു എരി കൊണ്ടങ്ങ് ഇളവ് എൻ്റെ പൊന്നെ. പക്ഷെ കിടിലായിട്ടുമാണ്. ഈ ചിക്കൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ അവിച്ച കപ്പയാണ് കേട്ടോ. അവിച്ച കപ്പയും ആ മുളകും അതിൻ്റെ ആ നീരും കുറച്ച് ചിക്കൻ പീസും കൂടെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിക്കണം കേട്ടോ. ചിക്കൻ്റെ റെസിപ്പി ഒന്നും എനിക്കറിയത്തില്ല. ഞാൻ ഇനി പോവുകയാണെങ്കിൽ ഇത് വെച്ച് തരുവാണെങ്കിൽ ഞാൻ ആൻറ്റി അടുത്ത് ചോദിച്ചിട്ട് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും മധുരമുള്ളത് കഴിച്ചില്ലെങ്കിൽ എല്ലാം കൂടെ കത്തി എരിഞ്ഞു പോവും. അങ്ങനെ ഗുലാബ് ജാം എടുത്തിട്ടുണ്ട്. ഒരു ഈവനിങ് ഒക്കെ ആയപ്പോഴത്തേനും പൈനാപ്പിൾ പായസം കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അടുത്താണ് ഹൈവേ പോകുന്നത്. അപ്പോൾ അവിടെ പോയി കുറച്ച് ഫോട്ടോസും കുറച്ച് മൊണാലിറ്റികളും ഒക്കെ അടിക്കാമെന്നും പറഞ്ഞ് അങ്ങോട്ടുള്ള യാത്രയാണ്. നല്ല രസമാണ് കേട്ടോ. ആ ഒരു പച്ചപ്പ് നമുക്ക് ആ ചുറ്റുമുള്ളതെല്ലാം കാണാൻ പറ്റും. സെറ്റ് ഒരു വൈബാണ്. ഇതൊക്കെ നമ്മൾ അഭിനയിക്കുന്നതാണ്. ഇത് ക്യാൻഡിഡ് എടുക്കാൻ വേണ്ടിയിട്ട് അഭിനയിക്കുന്നതാണ് കേസ്. എത്ര ആർട്ടിഫിഷ്യലായിട്ടാണ് അഭിനയിക്കുന്നത്. പിന്നെ ഈവനിങ് ആയപ്പോൾ KFC ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. KFCയും ഫ്രഞ്ച് ഫ്രൈസും 7up ഈ അത്തായിട്ട് വെച്ചേക്കുന്നത് ഇവിടുത്തെ ഒരു മൊണാലിട്ടടിയൻ ഈ അപ്പൂസാണ് ഗൈസ്. താണ്ട് ഈ വാരി പറക്കിയിടുന്ന ഈ മഹാനാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് പോയി കിടന്നുറങ്ങി ഗൈസ്. ബൈ.